ദൈവത്തിൻ്റെ പരമമായ ആഗ്രഹത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കട്ടെ. 1 തീമോഥെയോസ് 2-4 ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ പരമമായ ആഗ്രഹം? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കും, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണം. സകല മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 146 കോടി മനുഷ്യരും, ലോകത്തിലെ 800-ലധികം കോടി മനുഷ്യരും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിച്ചു കഴിഞ്ഞ് സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കും, പരിജ്ഞാനത്തിൽ എത്തണം. സകല മനുഷ്യരും അങ്ങനെ എത്തണമെങ്കിൽ സകല മനുഷ്യരും സുവിശേഷം കേൾക്കണം. അങ്ങനെയാണെങ്കിൽ 146 കോടി മനുഷ്യർ സുവിശേഷം കേൾക്കുവാൻ എത്ര സുവിശേഷകർ അധ്വാനിക്കണം? He wants all people to saved. He wants them to come to know the truth. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരും സുവിശേഷം കേൾക്കണമെങ്കിൽ ഒരാൾക്ക് 10,000 പേരോട് സുവിശേഷം പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷെ 10,000 പേരെ വചനം പഠിപ്പിച്ച് സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തിക്കാൻ കഴിയുമോ? ഒരാൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ടെലിവിഷൻ ഉപയോഗിച്ചും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും 1,00,000 പേരോട് സുവിശേഷം പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ 1,00,000 പേരെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തിക്കുവാൻ എത്ര സുവിശേഷകന്മാർ വേണം? സുവിശേഷകർ, ഉപദേഷ്ടാക്കൾ, ഇടയന്മാർ ഒത്തിരി വേണം. കൊയ്ത്ത് വളരെയുണ്ട്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ ലിസ്റ്റിലുണ്ട്. ആ സകല മനുഷ്യരും സുവിശേഷം കേൾക്കണം. സകല മനുഷ്യരും കേൾക്കണം. കേൾക്കുന്നവരെല്ലാവരും വിശ്വസിക്കണമെന്നില്ല. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ ദൈവം ചോദ്യം ചെയ്യത്തില്ല. പക്ഷെ എല്ലാവരും കേൾക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം. എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരും വിശ്വസിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കുറ്റമല്ല. പക്ഷെ എല്ലാവരും കേട്ടില്ലെങ്കിൽ നമ്മുടെ കുറ്റമാണ്. എല്ലാവരും വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ കുറ്റമല്ല, ദൈവത്തിൻ്റെ കുറ്റവുമല്ല. പക്ഷെ എല്ലാവരും കുറേ പേര് കേട്ടില്ലെങ്കിൽ എൻ്റെയും കൂടെ കുറ്റമാണ്. പവർ വിഷൻ ഈ കാര്യത്തിൽ സുവിശേഷകരായ ഞങ്ങളെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. സുവിശേഷകരായ ഞങ്ങളെല്ലാവോളം ഇത് പങ്കുവയ്ക്കുകയാണ്.
അറിഞ്ഞവരോട് അല്ല, അറിയാത്തവരോടാണ് പങ്കുവയ്ക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതിൻ്റെ യൂട്യൂബ് വേർഷൻ എടുത്തിട്ട് 100 പേർക്ക് ഷെയർ ചെയ്യണം. നമുക്കൊരുമിച്ച് ഈ വലിയ ദൗത്യത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്കൊന്ന് സഫലീകരിക്കാം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരുവാനും സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹമായാൽ നിങ്ങളുടെ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹമാവും. റെയ്നാർഡ് ബോങ്കയുടെ ഒരു വാക്കാണ്, ദൈവത്തിന് വിലയേറിയത് നിങ്ങൾക്ക് വിലയേറിയതായാൽ നിങ്ങൾക്ക് വിലയേറിയത് ദൈവത്തിന് വിലയേറിയതാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.